കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശ്രീ ദുർഗായേ നമഃ. നമ്മൾ 19 ചെയ്തു. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ ദർശനമാത്രയിൽ തന്നെ ശരിക്കും അസുരന്മാരെ ഭസ്മമാക്കാമായിരുന്നു. അങ്ങനെ ചെയ്യാതെ അനുഗ്രഹ ബുദ്ധി കൊണ്ടാണ് ഭഗവതിയുടെ അനുഗ്രഹ ബുദ്ധി കൊണ്ടാണ് അവരെ യുദ്ധത്തിൽ വധിച്ചത് അല്ലേ. നേരിട്ട് വധിച്ചു, വീരസ്വർഗം കൊടുത്തുല്ലോ. അപ്പോൾ അസുരന്മാരിൽ ഇത്ര അനുഗ്രഹ ബുദ്ധി ഉണ്ടെങ്കിൽ സാത്വിക ഭക്തന്മാരിലെ ദേവിക്ക് എത്ര അനുഗ്രഹ ബുദ്ധി ഉണ്ടാകും എന്നൊക്കെയാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞല്ലോ അല്ലേ. മാത്രമല്ല ഭഗവതി ആ അസുരന്മാരെ വധിച്ചിട്ട് ദേവന്മാർക്ക് രക്ഷ നൽകി. അതേപോലെ തന്നെ അവർക്ക് അസുരന്മാർക്ക് സ്വർഗവും നൽകി. ഉപകാരം ആർക്കായാലും ഉപകാരം തന്നെയാണ് അർത്ഥം. അതായത് ശരിക്കും പറയാ വെച്ചാൽ അസുരന്മാരെ വധിക്കപ്പെട്ടിട്ട് ഉപകാരം ചെയ്തു ആർക്ക്? ദേവന്മാർ അതിന് പകരം അസുരന്മാർക്ക് സ്വർഗം ദാനം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. 20 ഖൽഗപ്രഭാനികര വിസ്ഫുരണൈസ്തഥോഗ്രൈ ശൂലാഗ്രകാന്തി നിവഹൈശ്ച ദൃശോസുരാണം യന്നാഗതാവിലയവംശുമതിന്ദുഖണ്ഡയോഗ്യാനനം തവ വിലോകയതാം തദേതത്. ഇത് നല്ല രസമാണ്. എന്താ അറിയോ, അതായത് തവ ഉഗ്രൈഹി, ദേവിയുടെ ഉഗ്രങ്ങളായ പ്രഭാ നികര വിസ്ഫുരണൈഹി, അതായത് ഖൽഗം ദേവിയുടെ ആ പള്ളിവാളിൽ നിന്ന് പ്രസരിക്കുന്ന എങ്ങനത്തെ മിന്നുന്ന തീപ്പൊരികൾ കൊണ്ടും, വാളിന്നിങ്ങനെ തീപ്പൊരി പോലെ അത്ര മുറിച്ചുള്ള വാളാണ്, അതിന്നിങ്ങനെ തീപ്പൊരികൾ ഇങ്ങനെ പ്രസരിക്കുന്നുണ്ട്. പിന്നെയോ തഥാ ശൂലാഗ്ര കാന്തി നിവഹയിച്ച, വാളിന്ന് മാത്രമല്ല അതുപോലെ ഭഗവതിയുടെ തൃശൂലത്തിൻ്റെ അറ്റങ്ങളിൽ നിന്നും ഈ തീപ്പൊരികൾ ഇങ്ങനെ പറക്കുന്നുണ്ട്. ദൃശ വിലയം ന ആഗതാഹ യത് തദ് ഏതത്. അസുരന്മാരുടെ കണ്ണുകൾ അതൊക്കെ കണ്ട് പൊട്ടിയില്ല എന്നുള്ളത്, പൊട്ടിപ്പോയില്ല അസുരന്മാരുടെ കണ്ണുകൾ എന്നത് ദേവിയുടെ കാരുണ്യം തന്നെയാണെന്ന് പറയുകയാണ്. ഈ പള്ളിവാളിൽ ദേവിയുടെ തൃശൂലത്തു നിന്നും വരുന്ന എന്താ പറയുക തീപ്പൊരികളുണ്ടല്ലോ, അതിപ്രകാശമാനമായിട്ടുള്ള തീപ്പൊരികൾ കൊണ്ട് ഇവരുടെ കണ്ണ് മഞ്ഞളിച്ച് കണ്ണ് പൊട്ടിപ്പോവാത്തത് ശരിക്കും ദേവിയുടെ അനുഗ്രഹമാണ്. ദേവി അനുഗ്രഹിച്ചുകൊണ്ടാണ് പൊട്ടിപ്പോവാത്തത്. എന്താ കാരണം വെച്ചാൽ അതെങ്ങനെയാ വെച്ചാൽ തവ അംശമതി ഇന്ദുമുഖമണ്ഡല വിലയം അംശുമ ദിന്ദുഖണ്ഡ യോഗ്യാനനം, അതായത് വിലോകയതാം, അതായത് ശരിക്കും പാലൊളി ചെതർന്ന അർദ്ധചന്ദ്രനോട് കൂടിയിട്ടുള്ള ആ ഭഗവതിയുടെ ആ തിരുമുഖം ഉണ്ടല്ലോ, അത് ഈ അസുരന്മാർ കണ്ടോട്ടെ എന്നുള്ള കൃപ കൊണ്ടാണ് അവരുടെ കണ്ണ് പൊട്ടിക്കാത്തതെന്ന്. അല്ലെങ്കിൽ ആരുടെ കണ്ണും പൊട്ടിപ്പോകുന്ന അത്ര പ്രഭ ഭഗവതിയുടെ വാളിന്നും തൃശൂലത്തു നിന്നൊക്കെ പുറപ്പെടുന്നുണ്ട്, പ്രസരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ കണ്ണ് പൊട്ടിക്കാത്തത്, അല്ലെങ്കിൽ ശരിക്കും പൊട്ടേണ്ടതാണ്, അത് ഭഗവതിയുടെ കാരുണ്യം കൊണ്ടാണ് പൊട്ടാത്തത്. എന്താ ഭഗവതി, എന്തുകൊണ്ടാണ് ഭഗവതി ഇത് അവരുടെ കണ്ണ് പൊട്ടിക്കാതിരുന്നതെന്ന് വെച്ചാൽ ഭഗവതിയുടെ അതിമനോഹരമായിട്ടുള്ള മുഖം അവർ കണ്ടോട്ടേച്ചിട്ടാണെന്ന്. അതായത് ഭഗവതിയുടെ വാളിൽ നിന്നും ശൂലത്തു നിന്നൊക്കെ പ്രസരിക്കണ കാന്തി സമൂഹം കൊണ്ടേ അസുരന്മാരുടെ കണ്ണുകൾ പൊട്ടിപ്പോവാതിരുന്നത് എന്തുകൊണ്ടാണ്? ചന്ദ്രക്കലയോട് കൂടിയിട്ട് ഉള്ള ഭഗവതിയുടെ ആ മനോഹരമായ മുഖം അവരത് കണ്ട് സദ്ഗതി അടയട്ടെ, മരണം അടയട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണെന്ന് പറയണം. ആ അനുഗ്രഹം, അപ്പോൾ ഇവിടെയും അനുഗ്രഹ ബുദ്ധി തന്നെയാണ് പറഞ്ഞത് കേട്ടോ. ആ അനുഗ്രഹ ബുദ്ധി കൊണ്ട് തന്നെയാണ് അവരുടെ കണ്ണ് പൊട്ടിക്കാണ്ടിരുന്നത്. എൻ്റെ മുഖം കണ്ടിട്ട്, എൻ്റെ അതിസുന്ദരവും മംഗളകരവുമായിട്ടുള്ള മുഖം കണ്ട് അവർ മരണം വരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണെന്ന്. അതായത്
ശരിക്കും പറയാച്ച വലിയ സുകൃതികൾക്കും പുണ്യം ചെയ്തവർക്ക് പോലും സ്മരിക്കാൻ കഴിയാത്ത അത്ര ശ്രീയുള്ള ആ മുഖം കണ്ട് യുദ്ധത്തിൽ അവർക്ക് വീരസ്വർഗം നൽകണം എന്നുള്ള ഭഗവതിയുടെ ആ കാരുണ്യം കൊണ്ട് തന്നെയാണ്. എന്തുകൊണ്ട് ഭഗവതിയുടെ മുഖത്തെ പിന്നെ ആ മുഖം നോക്കിക്കൊണ്ടിരുന്നതുകൊണ്ട് അവരെ കണ്ണ് നഷ്ടപ്പെടാതിരുന്നതേ ഭഗവതിയുടെ കാരുണ്യമാണ്. അല്ലെങ്കിൽ നഷ്ടപ്പെട്ടേനെ. അപ്പോൾ ഭഗവതിയെ കണ്ടുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി അവർക്ക്. അപ്പോൾ ആ സഹിക്കാൻ വയ്യാത്ത പ്രഭ, അന്ന് വരണ ആ തീജ്വാലകളുടെ പ്രഭ സഹിക്കാൻ സാധിച്ചിട്ട് അത് അവർക്ക് സഹിച്ചു. എന്നിട്ട് മാത്രമല്ല ദേവിയുടെ മുഖം സ്മരിച്ച് അവർ മരണമടയാനും കഴിഞ്ഞു. അപ്പോൾ ദേവിയുടെ കാരുണ്യം എത്രയാണ് എന്നാണ് പറയണത്. ഖൽഗപ്രഭാനികര വിസ്ഫുരണൈസ്തഥോഗ്രൈ ശൂലാഗ്രകാന്തിനി വഹൈശ്ചദൃശോസുരാണം യന്നാഗതാ വിലയമംശുമതിന്ദുഖണ്ഡം ഖണ്ഡയോഗ്യാനനം തവ വിലോകയതാം തദേതത്. ഒരു അത്ഭുതം തന്നെയല്ലേ അതാണ്. ഇനി 21 കേട്ടോ. 21 ദുർവൃത്തവൃത്തശമനം ദുർവൃത്തവൃത്തശമനം തവ ദേവിശീലം രൂപം തഥൈതദവിചിന്യമതുല്യമന്യൈഃ വീര്യം ജഹന്തൃ ഹൃദദേവപരാക്രമാണം വൈരിഷ്വപി പ്രകടിതൈവ ദയാ ത്വയേത്തം. എന്താണ് 21 ദേവി തവ ശീലം ദുർവൃത്തവൃത്തശമനം. അതായത് ദേവിയുടെ ശീലം എന്താ? ദുഷ്ടന്മാരുടെ ദുഷ്കൃതങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവരുടെ വാസന, ദുഷ്ടന്മാരുടെ ദുഷ്കൃതങ്ങൾ ചെയ്യാനുള്ള ആ വാസനയെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഭഗവതിയുടെ ശീലം തന്നെയെന്ന്. അതായത് ദുഷ്ടന്മാരെയും കൂടി നന്മ ഉള്ളവരാക്കുക. ഏതത് രൂപം അവിചിന്യം. അങ്ങനെയുള്ള ഭഗവതിയുടെ രൂപം ചിന്തയ്ക്കതീതമാണ്, അല്ലെങ്കിൽ സങ്കല്പിക്കാൻ പോലും പറ്റാത്തതാണ്. തഥാ അന്യൈഹി അതുല്യം. എന്നാൽ ഏതിനോടെങ്കിലും ഒന്ന് ഉപമിച്ചിട്ട് അതുപോലെ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അതുല്യാണ്, നിസ്തുല്യാണ്. ഉപമിക്കപ്പെടാവുന്ന മറ്റൊരു സാധനവും ഈ ലോകത്തിലില്ല. ഇതുപോലെയാണ് ദേവിയുടെ മുഖം എന്ന് പറയാൻ, അല്ലെങ്കിൽ ദേവിയുടെ രൂപം എന്ന് പറയാനൊരു സാധനമില്ല. അനുപമമാണ്, നിസ്തുല്യാണ്. ഹൃദദേവ പരാക്രമാണം ഹന്തൃ വീര്യം ച. അത് മാത്രമല്ല, നിന്തിരുവടിയുടെ ആ വീര്യം ഉണ്ടല്ലോ, ദേവന്മാരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് എല്ലാം അപഹരിച്ച അസുരന്മാരുടെ നാശം വരുത്തുന്ന അത്ര വീര്യമുണ്ട്. അസുരന്മാർക്ക് ഒരുമാതിരി വീര്യമുണ്ട് അല്ലേ? എന്നിട്ടാണല്ലോ ദേവന്മാരെ തോൽപ്പിച്ച് സ്വർഗമൊക്കെ എടുത്തത്. അങ്ങനെ ദേവന്മാരെ തോൽപ്പിച്ച് സ്വർഗം എടുക്കാനുള്ള ശക്തിയുള്ള ആ അസുരന്മാരെ നിഷ്പ്രയാസം തോൽപ്പിക്കാനുള്ള വീര്യമുണ്ട്. അതായത് അത്ര വീര്യമുണ്ട്. പ്രകാരം പ്രകാരം ത്വയാ ഇതുപോലെ ഇപ്രകാരം ത്വയാ വൈരിഷു അഭി ദയാ പ്രകടിത ഏവ. അവിടുന്ന് ശത്രുക്കളിൽ പോലും കാരുണ്യം പ്രകാശിപ്പിച്ച്, അതായത് അസുരന്മാരെ നിഗ്രഹിച്ചതും അവരുടെ പാപശാന്തിക്കായിട്ടില്ലേ, ഇനിയും പാപം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞുല്ലോ, അതാണ് പറയണത്. അപ്പോൾ ദേവിയുടെ ഒരു പ്രധാന ഉദ്ദേശം തന്നെ ദുഷ്ടന്മാരെ ദുഷ്കൃത്യങ്ങൾ ചെയ്യാനുള്ള വാസനയെ ഇല്ലാതാക്കുക. അങ്ങനെയുള്ള ആ ദേവിയുടെ രൂപം നമ്മളുടെ സങ്കല്പങ്ങൾക്കൊക്കെ അതീതാണെന്ന് പറയുകയാണ്. എന്നാൽ എന്തിനെങ്കിലും ഉപമിക്കാൻ പറ്റുമോ? അതുമില്ല. ഭഗവതിയുടെ വീര്യം അതെ നമുക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വിചാരിക്കാൻ വയ്യാത്തത്ര വീര്യമുണ്ട്. കാരണം ദേവന്മാരെ തോൽപ്പിച്ച് സ്വർഗത്തിൽ നിന്ന് ആട്ടിയോടിച്ച അതിശക്തന്മാരായിട്ടുള്ള അസുരന്മാരെ നിർവീര്യരാക്കാൻ തക്കവണ്ണം വീര്യം ദേവിക്കുണ്ട്. അങ്ങനെ മാത്രമല്ല, അസുരന്മാരെ നാശം വരുത്തല്ല ചെയ്തത്, അവരെ നിഗ്രഹിച്ച് അവർക്ക് വീരസ്വർഗം കൊടുത്തു അല്ലേ? അപ്പോൾ അത്ര കാരുണ്യമുണ്ട്. ത്വയാ വൈരിഷു അഭി ദയാ പ്രകടിതാണ്. അതുകൊണ്ടാണ് ശത്രുക്കളോടും കൂടി ദയ ഉള്ള ആളാണ് ദേവി എന്ന്. അതാണ് ആ ശ്ലോകത്തിൽ.
ദുർവൃത്തവൃത്തശമനം തവ ദേവി ശീലം രൂപം തഥൈതദവിചിന്യമതുല്യമന്യൈ. ചിന്തിക്കാൻ പറ്റാത്തതാണ്, അതുല്യാണ്, ഒന്നിനോടും ഉപമിക്കാൻ പറ്റില്ല. വീര്യം ച ഹന്തൃഹൃതദേവ പരാക്രമാണം. വീര്യാണെച്ചാൽ പറയാനില്ല. വളരെ വീരന്മാരായിട്ടുള്ള അസുരന്മാരെ നിർവീര്യമാക്കുന്ന വീര്യം അല്ലേ. വൈരീഷ്വപി പ്രകടിതൈവ ദയാത്വയേത്ഥം. വൈരികളുടെ പോലും ദയ കാണിക്കുന്ന ദേവിയാണത്. ഇനി 22. കേനോപമാ ഭവതി തേസ്യ പരാക്രമസ്യ രൂപം ച ശത്രുഭയകാര്യധികാരി കുത്ര ചിത്തേ കൃപാ സമരനിഷ്ഠുരതാ ച ദൃഷ്ടാ ത്വയ്യേവ ദേവി വരദേ ഭുവനത്രയേദി. എന്താണ് ഭുവനത്രയേ അഭി വരദേ ദേവി? അതായത് 3 ലോകത്തിലുള്ളവർക്കും ഒരുപോലെ വരം നൽകുന്ന അല്ലയോ ദേവി. അതായത് ദേവന്മാർക്കും ഭൂമിയിലുള്ളവർക്കും അസുരന്മാർക്കും വരം നൽകണ ആളാന്നർത്ഥം, 3 ലോകത്തിലും അല്ലേ. ഭൂമിയും സ്വർഗവും മീൻസ് ഊർധ്വലോകങ്ങളും അധോലോകങ്ങളും. അവിടുത്തെ ഭൂമിയിലത്തെയും ഊർധ്വലോകങ്ങളത്തെയും അധോലോകങ്ങളത്തെയും എല്ലാവർക്കും വരം അരുളുന്ന ദേവി. തേ അസ്യ പരാക്രമസ്യ ഉപമാ കേന ഭവതി. അവിടുത്തെ ഈ പരാക്രമത്തിന് തുല്യമായിട്ട് എന്താ ഉള്ളത്? ഞങ്ങൾക്ക് അവിടുത്തെ ഈ പരാക്രമം എന്തിനോട് ഉപമിക്കാൻ കഴിയും? ഉപമിക്കാൻ കഴിയില്ല എന്നർത്ഥം. രൂപം ച ശത്രുഭയകാരി. അവിടുത്തെ രൂപം എങ്ങനെയാണ്? ശത്രുക്കൾക്ക് ഭയത്തെ ജനിപ്പിക്കുന്നതാണ്. എന്നാലോ അധികാരി കുത്ര, ഈ ശത്രുക്കളല്ലാത്തവർക്കോ അതിമനോഹരവുമായിരിക്കുന്നതും. ശത്രുക്കൾക്കേ ഉള്ളൂ എന്താ ഭയാനകം. ശത്രുക്കളല്ലാത്തവർക്ക് ഭക്തന്മാർക്ക് അതിമനോഹരമായിരിക്കുന്ന രൂപം എവിടെ? അതായത് ചിലപ്പോൾ ശത്രുക്കളെ പോലും ആകർഷിക്കുന്നതാണ് ചിലപ്പോൾ അവിടുത്തെ രൂപം അല്ലേ. ശത്രുക്കൾക്ക് ഭയാനകാണെങ്കിലും ആകർഷിക്കപ്പെടുന്നതാണ്. ചിത്തേ കൃപ, മനസ്സിൽ കൃപയും സമരനിഷ്ഠുരത, അതായത് സമരനിഷ്ഠുരതയുടെ യുദ്ധത്തിൽ നല്ല ശൗര്യവും ത്വയി ഏവ ദൃഷ്ട, ഭവതിയിൽ മാത്രം കാണപ്പെടുന്നു. അതായത് പലതരത്തിലുള്ള ഭാവങ്ങളുണ്ട് ദേവിക്ക് അല്ലേ. അതാണിപ്പോൾ ഇതിൽ പറയണത്. അതായത് നിന്തിരുവടിയുടെ ഭഗവതിയുടെ പരാക്രമത്തോട് ഉപമിക്കാൻ ഈ ലോകത്തിലൊന്നുമില്ല എന്ന്. ദേവിയെ ഒഴിച്ച് വേറെ ഒരാളിലും ഈ പരാക്രമവും കാണില്ല എന്ന്. അതായത് ഭഗവതിയുടെ എല്ലാം അത്ഭുതമാണെന്ന് പറയുകയാണ്. അതായത് എന്താ പറഞ്ഞാൽ ഈ ഒരു ശ്ലോകത്തിൽ എന്താ പറഞ്ഞ്, ഈ 3 ലോകത്തിലുള്ളവർക്കും എപ്പോഴും വരം നൽകുന്ന അല്ലയോ ദേവി, അഭീഷ്ടവരം നൽകുന്ന ദേവി. ഈ ദേവിയുടെ പരാക്രമത്തിന് തുല്യമായിട്ട് ഇവിടെ എന്താ ഉള്ളത്? ഞങ്ങൾക്കൊന്നിനോടും ആ പരാക്രമത്തിനെ ഉപമിക്കാൻ പറ്റില്ല. ആരുടെ പരാക്രമത്തിനോടും ഉപമിക്കാൻ പറ്റില്ല. അത്ര അനുപമമായ പരാക്രമം ദേവിക്കുണ്ട്. ദേവിയുടെ രൂപം അത്ഭുതകരമാം വണ്ണം ശത്രുക്കൾക്ക് ഭയത്തെ ജനിപ്പിക്കുന്നതും ശത്രുക്കൾക്ക് ഭയം ഉണ്ടാക്കി കൊടുക്കുന്നതും, എന്നാൽ ശത്രുക്കളല്ലാത്തവർക്ക് അല്ലെങ്കിൽ ഭക്തന്മാർക്കൊക്കെ അത് അതിമനോഹരമായിരിക്കുന്നതുമാണ്. ആ രൂപം നമുക്ക് ആരുടെ രൂപമായിട്ട് ഉപമിക്കാൻ പറ്റും? അതും പറ്റില്ല. ചിലപ്പോൾ ശത്രുക്കളെപ്പോലും ആകർഷിക്കുകയും ചെയ്യും അല്ലേ. പിന്നെയോ മനസ്സിൽ കൃപയും യുദ്ധത്തിൽ അതികഠിന ശൗര്യവും ഇനി വേറെ ആരിൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ദേവിയുടെ പോലെ ഇതൊന്നും, ഈ പറഞ്ഞതൊന്നും ദേവിയുടെ പോലെ ഒരാളിലും വേറെ ഇല്ല. ദേവിക്ക് മാത്രമുള്ള ഒരു കഴിവുകളും പ്രത്യേകതയാണ് അതെന്ന് വെച്ചാൽ ദേവിയെപ്പോലെ വേറെ ലോകത്തിൽ ആരുമില്ല എന്നർത്ഥം. അതായത് ദേവിയാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള എല്ലാറ്റിനെയും നയിക്കുന്ന ആ ദേവിയെപ്പോലെ ഇനി ആരുമില്ല എന്ന്. അപ്പോൾ കേനോപമാ ഭവതി തേസ്യ പരാക്രമസ്യ ചൂപം ച ശത്രുഭയകാര്യധികാരി കുത്ര ചിത്തേ കൃപ സമരനിഷ്ഠുരത ച ദൃഷ്ടാ ത്വയേവ ദേവി വരദേ ഭുവനത്രയേവി. വേറെ ലോകത്തിൽ ആർക്കുമില്ല. ഇനി 23. ഈ 23 കൂടിയേ ഉള്ളൂ സ്തുതി. മീൻസ് ശരിക്കും ഭഗവതിയെ സ്തുതിക്കുകയാണ്, അതായത് പ്രൈസ് ചെയ്യുക.
ഗ്ലോറീസ്, എക്സ്റ്റോളിങ് ദ ഗ്ലോറീസ് എന്നൊക്കെ പറയുമല്ലോ. അതായത് പ്രൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 23-ാമത്തെ ശ്ലോകം, അതായത് 3-ാമത്തെ ശ്ലോകം തൊട്ട് 23 കൂടി ഭഗവതി സ്തുതി മാത്രമാണ്. ഒന്നിനു വേണ്ടിയും ചോദിക്കണില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അപേക്ഷിക്കണില്ല, അർത്ഥിക്കണില്ല. 3 തൊട്ട് 23 മുഴുവൻ ദേവിയുടെ പിന്നെ ദേവിയെ പ്രശംസിക്കുക തന്നെയാണ്, സ്തുതിക്കുകയാണ്. 23 കൂടി അതെ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതാണ് 24 തൊട്ട് നമുക്ക് നോക്കാം. 23 കൂടിയും ചെയ്യാം, അതും കൂടിയും സ്തുതിയാണ്. ത്രൈലോക്യമേതദഖിലം രിപുനാശനേന ത്രാതം ത്വയാ സമരമൂർധനി തേ ബിഹത്യ നീതാദിവം രിപുഗണ ഭയമപ്യപാസ്തമസ്മാക മുന്മദസുരാരിഭവം നമസ്തേ. അതോടെ അങ്ങനെ നമിച്ചിട്ട് അങ്ങോട്ട് ആ സ്തുതി കഴിഞ്ഞിട്ട് പിന്നെ ദേവന്മാർ പറയുന്നതാണ് അവർ അനുഗ്രഹിക്കണേ രക്ഷിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കണതാണ്. പിന്നെ അപ്പം ശ്ലോകം 23. ത്വയാ ഏത ത്രൈലോക്യം, ഭവതിയാൽ ഈ 3 ലോകവും രിപുനാശനേന അഖിലം ത്രാതം, ശത്രുക്കളെ നശിപ്പിച്ച് ഭഗവതി ഈ 3 ലോകത്തിനെയും രക്ഷിച്ചു. അല്ലെങ്കിൽ ഭഗവതിയാൽ ശത്രുനാശം ചെയ്ത് ഈ 3 ലോകങ്ങളും രക്ഷിക്കപ്പെട്ടു. തേ രിപുഗണ അഭി, ആ ശത്രുക്കളാകട്ടെ എന്താ സമരമൂർധനി, ആ കടുത്ത പോരാട്ടത്തിൽ, സമരമൂർധനി വെച്ചാൽ ഭയങ്കര യുദ്ധത്തിൽ, ഹത്യ ദിവം നീതാഹ, അവർ വധിക്കപ്പെട്ടു. എന്നിട്ട് അവർക്ക് സ്വർഗത്തിലേക്ക് അവരെ നയിച്ചു. അല്ലേ? ദിവം നീത, ദിവം വെച്ചാൽ സ്വർഗം, സ്വർഗത്തിലേക്ക് അവരെ വധിച്ചുവെങ്കിൽ അവരെ സ്വർഗത്തിലേക്ക് അവർ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്തു. അല്ലേ? ദിവം നീതാഹ. പിന്നെയോ ഉന്മദസുരാരിഭവം, ഉന്മത്തന്മാരായ അല്ലെങ്കിൽ വലിയ അഹങ്കാരികളായ അസുരന്മാരിൽ നിന്നുണ്ടായ ഭയം, അസ്മാകം ഭയം അഭി അപാസ്തം, അതായത് ഞങ്ങളുടെ ഭയവും നീക്കപ്പെട്ടു. തേ നമ, അങ്ങനെയുള്ള നിന്തിരുവടിക്ക് നമസ്കാരം. അതാണ് ഇതോടെ ആ സ്തുതി കഴിഞ്ഞു കേട്ടോ. പ്രൈസിങ്, അതായത് ത്രിലോകങ്ങളെ അസുരന്മാരിൽ നിന്ന് രക്ഷിച്ചു ഭഗവതി എന്ന് മാത്രമല്ല, അസുരന്മാർക്ക് വീരസ്വർഗവും നൽകി. അല്ലേ? ഭഗവതിയുടെ കൈകൊണ്ട് മരിച്ചു, ഭഗവതിയെ കണ്ടു മരിച്ചു, അപ്പോൾ അവർക്ക് സ്വർഗം കിട്ടി. പിന്നെ പോരാടി മരിച്ചു, എല്ലാം കൊണ്ട് അവർക്ക് വീരസ്വർഗം കിട്ടി. ത്രിലോകങ്ങളെ അസുരന്മാരിൽ രക്ഷിച്ചു. ആ അസുരന്മാർ കാരണം ഞങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ ഭയവും അവിടുന്ന് ഇല്ലാതാക്കി. ഇങ്ങനെ ലോകത്തിന് ഹിതം മാത്രം ചെയ്യുന്ന ആ ദേവിക്ക് നമസ്കാരം എന്ന് പറയുകയാണ്. അതായത് നമസ്കാരത്തിലും വലുതായ ഒരു പ്രത്യുപകാരം ഞങ്ങൾക്കിപ്പോൾ ചെയ്യാൻ സാധിക്കില്ല. അതാണ് ഏറ്റവും വലുത്. ഭാഗവതത്തിൽ നമ്മൾ കണ്ടു അത്. എന്താ? ഏറ്റവും വലിയ വന്ദനം നമസ്കാരമാണ്. കാരണം നമ്മളെ തന്നെ അർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളെ തന്നെ ഭഗവാന്റെ കാൽക്കൽ അല്ലെങ്കിൽ ഭഗവതിയുടെ കാൽക്കൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്നതാണ് ശരിക്കും നമസ്കാരം. അതുകൊണ്ട് പിന്നെ ഇവർ പറയുകയാണ്, ത്രിലോകങ്ങളെ അസുരന്മാരിൽ നിന്ന് രക്ഷിച്ചു എന്ന് മാത്രമല്ല, അസുരന്മാർക്ക് വീരസ്വർഗം നൽകി, ഞങ്ങൾക്ക് അസുരന്മാരിൽ നിന്നുണ്ടായിരുന്ന ഭയത്തെ നിശേഷം നശിപ്പിച്ചു. ഇങ്ങനെ ലോകത്തിന് മുഴുവൻ ഹിതം ചെയ്യണ ദേവിയെ ഞങ്ങൾക്ക് നമസ്കാരത്തിനും വലുതായ ഒരു പ്രത്യുപകാരം ഞങ്ങൾക്ക് ചെയ്യാൻ ഇനി ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ നമസ്കരിക്കണു, അത് കൈക്കൊള്ളണേ എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്തുതി ഭാഗം ദേവന്മാർ അവസാനിപ്പിക്കണത് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ രക്ഷിക്കണേ എന്നൊക്കെ പറയണത്, ആദ്യം സ്തുതിച്ച് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ നമുക്ക് 23 വായിച്ചിട്ട് 24 ഇങ്ങനത്തെ ശ്ലോകങ്ങളൊക്കെ ചെറിയ അനുഷ്ടുപ്പാണ് കേട്ടോ, ചെറിയ ശ്ലോകങ്ങളാണ്. ത്രൈലോക്യമേതദഖിലം രിപുനാശനേന ത്രാതം ത്വയാ സമരമൂർധനി തേ ബിഹത്യ നീതാദിവം രിപുഗണ ഭയമപ്യപാസ്തമസ്മാകമുന്മദസുരാരിഭവം നമസ്തേ. നമുക്കും ദേവിയെ നല്ലോണം സർവാത്മന നമസ്കരിക്കാം. ഇനി 24-ാമത്തെ ശ്ലോകം എല്ലാവർക്കും വളരെ ഫെമിലിയർ ആവും. വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകങ്ങളാണ് ഇത്. ശൂലേന പാഹിനോ ദേവി പാഹി ഖൽഗേന ചാംബികേ
ഖണ്ഡാസ്വനേന നപ്പാഹി ചാപജ്ജാനി സ്വനേന ചാ. നീ രക്ഷിക്കണമെന്ന് പറയുക. അതായത് 21 ശ്ലോകം കൊണ്ട് 3 തൊട്ട് 23 വരെ, 3ലാണ് തുടങ്ങിയത് സ്തുതി. ഇങ്ങനെ ഈ 3 തൊട്ട് 23 ശ്ലോകം കൊണ്ട് സ്തുതിച്ചതിന് ശേഷം ദേവന്മാരെ രക്ഷിക്കാനായി പ്രാർത്ഥിക്കണതാണ് ഇതിൽ. എന്താണ്? ദേവി ശൂലേന നഹ പാഹി, ദേവി തൃശൂലം കൊണ്ട് ഞങ്ങളെ രക്ഷിച്ചാലും. പിന്നെയോ അംബികെ ഖൽഗേനാച്ച നാപ്പാഹി, ഭഗവതിയുടെ വാളുകൊണ്ടും ഞങ്ങളെ കാത്തുരക്ഷിച്ചാലും. ശൂലം കൊണ്ട് കാത്തുരക്ഷിച്ചാലും എന്ന് പറഞ്ഞു. പിന്നെ വാളുകൊണ്ട് കാത്തുരക്ഷിച്ചാലും. ഖണ്ഡാസ്വനേന നപ്പാഹി, ഭഗവതിയുടെ മണിയുടെ നാദം കൊണ്ട് അകലയിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ തൊട്ട് എല്ലാത്തിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിച്ചാലും. ഇതിന് ശബ്ദം ഉണ്ടല്ലോ മണിക്ക്, അപ്പോൾ അകലയിൽ തന്നെ ശത്രുക്കൾ പേടിച്ചു പോവും. അതാണ് ഖണ്ഡാസ്വനേന നഹപാഹി, ഈ മണിയുടെ നാദം കൊണ്ട് അകലയിൽ നിന്നുള്ള ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിച്ചാലും. പിന്നെയോ പിന്നെ ശബ്ദം തന്നെയാണ്. ചാപജ്ജാനിസ്വനേന ച നഹപാഹി, വില്ലിൻ്റെ ഞാണൊലി കൊണ്ടും, അതായത് വില്ല് കുലച്ച് വലിക്കണ ശബ്ദം ഉണ്ടല്ലോ അതുകൊണ്ടും ഞങ്ങളെ രക്ഷിച്ചാലും എന്നാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. 24 അത് അത്ര തന്നെ പറയാനുള്ളൂ. അതായത് ശൂലം കൊണ്ട് ഞങ്ങളെ രക്ഷിച്ചാലും, ഖൽഗം കൊണ്ട് ഞങ്ങളെ രക്ഷിച്ചാലും, ഭഗവതിയുടെ മണിയുടെ ശബ്ദം കൊണ്ട് ഞങ്ങളെ രക്ഷിച്ചാലും, വില്ല് കുലച്ച് വലിച്ച് ആ ഞാണൊലി ശബ്ദം കൊണ്ട് ഞങ്ങളെ രക്ഷിച്ചാലും എന്നെ. അതായത് എല്ലാം കൊണ്ടും ഭഗവതി തന്നെയാണ് ഞങ്ങളെ രക്ഷിക്കാൻ, വേറെ ആരുമില്ലാന്ന്. ശൂലേന പാഹിനോ ദേവി പാഹി ഖൽഗേന ചംബികേ ഖണ്ഡാസ്വനേന നപ്പാഹി ചാപജ്ജാനി സ്വനേന ചം. ഇനി അടുത്തത് 25. അത് ചെറിയ ശ്ലോകങ്ങളാണ് കേട്ടോ. എന്താണ്? പ്രാച്യാം രക്ഷ പ്രതീച്യാം ച ചണ്ഡികേ രക്ഷ ദക്ഷിണേ ബ്രാഹ്മണേനാത്മശൂലസ്യ ഉത്തരസ്യം തഥേശ്വരി. ചണ്ഡികേ എന്താണ്? ഹേ ഈശ്വരി എന്താണ്? ആത്മശൂലസ്യ ഭ്രമണേന, അതായത് ഭഗവതരെ ആ തൃശൂലം ചുഴറ്റിയിട്ടേ ഭ്രമണം ചെന്താ തിരിക്കുക അല്ലെ, അത് ചുഴറ്റുക. അപ്പോൾ ഭഗവതി ചണ്ഡികെ ഭഗവതിയുടെ ആ ശൂലം ചുഴറ്റിയിട്ട് എങ്ങനെ? പ്രാച്യം രക്ഷ, കിഴക്ക് നിന്നും ഉണ്ടാകുന്ന എല്ലാ ആപത്തുകളെയും രക്ഷിക്കണേ. പിന്നെ പ്രതീച്യാം ച രക്ഷ, പടിഞ്ഞാറ് നിന്നും ഉണ്ടാകുന്ന എല്ലാ ആപത്തുകളെയും പിന്നെ ഞങ്ങളെ രക്ഷിക്കണേ. പിന്നെയോ ഉത്തരസ്യാം തഥേശ്വരി, അല്ലയോ സർവേശ്വരി, അതുപോലെ തന്നെ വടക്ക് ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ ആപത്തുകളെയും രക്ഷിക്കണേ. അതാണ്. അതായത് പിന്നെ ഭഗവതിയുടെ ആ ശൂലം ഭഗവതി ചുഴറ്റണേ. അപ്പം എല്ലാ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് രക്ഷ കിട്ടുമല്ലോ. ഏത്? കിഴക്കുന്നും പടിഞ്ഞാറുന്നും വടക്കുന്നും തെക്കുന്നും എല്ലാ ദിക്കുന്നും. തെക്കിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷേ പിന്നെ എന്താണ് ഭഗവതിയുടെ ആ ശൂലം ചുഴറ്റിയിട്ട് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും ഒക്കെ വരുന്ന ആ ദക്ഷിണയുണ്ട്. അതെ, ദക്ഷിണ. അതായത് 4 ഡയറക്ഷനിൽ നിന്നും വരുന്ന എല്ലാ ആപത്തുകളെയും ആ ശൂലം ചുഴറ്റിയിട്ട് എല്ലാ ആപത്തുകളിൽ നിന്നും 4 ഭാഗത്തു നിന്നും വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറെന്ന് വരുന്ന എല്ലാ ആപത്തുകളെയും ഭഗവതി പിന്നെ അകറ്റണേ. പ്രാച്യാം രക്ഷ പ്രതീച്യാം ച ചണ്ഡികേ രക്ഷ ദക്ഷിണേ ബ്രാഹ്മണേനാത്മശൂലസ്യ ഉത്തരസ്യം തഥേശ്വരി. 26 കൂടിയും ചെയ്തിട്ട് നമുക്ക് നിർത്താം. സൗമ്യാനി യാനി രൂപാണി ത്രൈലോക്യേ വിചരന്തി തേ യാനി അത്യന്തഘോരാണി തൈരസ്മൻ രക്ഷ സർവതാ. അതായത് പലതരത്തിലുള്ള രൂപങ്ങളും ദേവിക്ക് ഉണ്ടല്ലോ, നമ്മൾ കണ്ടുല്ലോ അല്ലേ? പലതരത്തിലും രൂപം ദേവിക്ക് മാറ്റാം. അതായത് ദേവിക്ക് താമസിക് ആസ്പെക്റ്റ് എടുത്തിട്ട് ഭയങ്കര ഭദ്രകാളിയാവാം, രാജസിക് ആസ്പെക്റ്റ് എടുത്തിട്ട് ലക്ഷ്മി ആവാം. ആ ലക്ഷ്മിക്ക് തന്നെ ശത്രുക്കളെ കാണുമ്പോൾ അവർക്ക് ഭയാനകാവാം, പിന്നെ ഭക്തന്മാർക്ക് കാണുമ്പോൾ മനോഹരാവാം. പിന്നെ സാത്വികം പിന്നെ ഗുണം എടുത്തിട്ട് സരസ്വതി ദേവി സൗമ്യ, അങ്ങനെ എന്ത് വേണമെങ്കിൽ ആവും. അതാണ് തേ സൗമ്യാനി യാനി രൂപാണി. അവിടുത്തെ
പിന്നെ എന്താണ് ഉദിച്ചുയരുന്ന ചന്ദ്രനെ പോലുള്ള സൗമ്യമുഖത്തോടു കൂടിയിട്ടുള്ള രൂപങ്ങളും അത്യന്തഘോരാണീയാനീച്ച ഭയങ്കരമായിട്ടുള്ള പേടിയാവണ രൂപങ്ങളും ഭയാനക രൂപങ്ങളും അതൊക്കെയും ത്രൈലോക്യ വിചരന്തി 3 ലോകങ്ങളിലും ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട് ഭഗവതിയുടെ എല്ലാ രൂപങ്ങളും. ഓരോ ദിക്കിലും ഓരോ തരത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ് ഭഗവതി. മനസ്സിലായില്ലേ? അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ പറയണത്. അതായത് ഭഗവതിയുടെ എല്ലാ സൗമ്യ രൂപങ്ങളും ഭഗവതിയുടെ എല്ലാ ഭയാനക രൂപങ്ങളും ഏതൊക്കെ ഉണ്ടോ അതൊക്കെ ഈ ലോകങ്ങളിൽ മുഴുവൻ 3 ലോകങ്ങളിലും ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. തൈഹി അസ്മാൻ സർവതഃ രക്ഷ. ആ രൂപങ്ങളെ കൊണ്ടൊക്കെ ഞങ്ങളെ എല്ലാ ഭാഗത്തു നിന്നും കാത്തു രക്ഷിക്കണേ എന്നാണ്. അപ്പം ഇതിൽ 3ലാണ് ഒരു പ്രാർത്ഥനയായിട്ടുള്ളത്. അതുവരെ സ്തുതിയായിരുന്നു. അപ്പം ഇതിൽ എല്ലാ ഭാഗത്തു നിന്നും ആദ്യം 4 ദിക്കിലത്തെ പറഞ്ഞു അല്ലേ, വടക്കും കിഴക്കും അതിന് രക്ഷിക്കണേന്ന് പറഞ്ഞു, തെക്കും പടിഞ്ഞാറുന്ന്. ഇതിലിപ്പോൾ അങ്ങനെയല്ല. ലോകം മുഴുവനെ ഭഗവതിയുടെ പല പല രൂപത്തിൽ ഭഗവതി നടക്കുന്നുണ്ട്, ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. ഏതൊക്കെ രൂപങ്ങളിൽ ഭഗവതി എല്ലാ ദിക്കിലും പ്രത്യക്ഷപ്പെടുന്നുവോ, ഏതൊക്കെ രൂപങ്ങളിൽ ഭഗവതി എല്ലാ ദിക്കിലും സ്ഥിതി ചെയ്യുന്നുവോ ആ രൂപങ്ങളൊക്കെ ഞങ്ങളെ എല്ലായിടത്തു നിന്നും കാത്തു രക്ഷിക്കണേ. എല്ലാ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ എല്ലായിടത്തു നിന്നും ഇടത്തും കാത്തു രക്ഷിക്കണേ. അതാണ് തൈരസ്മാൻ രക്ഷ സർവതഃ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ 26 വായിച്ച് നമുക്ക് ഇപ്പോൾ നിർത്താം ഞാൻ വിചാരിക്കണു. അതെ, അപ്പോൾ സൗമ്യാനി യാനി രൂപാണി ത്രൈലോക്യേ വിചരന്തിതേ യാനി ചാത്യന്തഘോരാണി തൈരസ്മൻ രക്ഷ സർവതാം. ഇനി നമുക്ക് പിന്നെ 27 അടുത്ത ദിവസം ചെയ്യാം. കുറച്ചും കൂടി ഉണ്ട്. പിന്നെ ശരിക്കും പറയാച്ചാൽ 27 കൂടി ഉള്ളൂ സ്തുതിയിട്ടോ. പിന്നെ മഹർഷി പറയണ ഹൃഷുവാചയാണ് വരണത്. പക്ഷെ ഞാൻ സമയം അധികം പോകും, അതുകൊണ്ട് നിർത്താൻ ഇവിടെ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ദുർഗായൈ നമഃ.